അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളുടെ 8 വീട്ടുകാർ ചേർന്നിട്ടുള്ള നോമ്പ് തുറയുടെ ഫൈനൽ ആണിത്. ഫ്രൂട്ട്സൊക്കെ അരിയുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വീട്ടുകാർ രണ്ട് ഐറ്റം പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അതൊക്കെ വെച്ച് 15 ഐറ്റം ഉണ്ടായിട്ടുണ്ടാവും. 15 ഐറ്റവും പിന്നെ ഫ്രൂട്ട്സും ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ബത്തക്ക ജ്യൂസ്, പിന്നെ മിൻറ്റ് ലൈം, നാരങ്ങ വെള്ളം, അങ്ങനെ എല്ലാം കൂടി നല്ല സൂപ്പറായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു. അപ്പം ഇതിപ്പം ഏട്ടത്തിൻ്റെ മോള് പാൻ പിസ്സ ഉണ്ടാക്കുന്നതാണ്. ഏകദേശം കഴിഞ്ഞു. ഇപ്പം മയണൈസും സോസൊക്കെ ലാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അവർ പഴംപൊരിയും പിസ്സയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോന്നുണ്ടാക്കുന്നുണ്ട്. പിന്നെ ബാക്കി 3-4 പേർക്കാർ അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. മക്രോണി ഉണ്ടായി, പിന്നെ പക്കോട, പരിപ്പ് വട, പല പല ഐറ്റംസ് ഉണ്ടായി. എൻ്റെ ഐറ്റം മുട്ട ചമ്മന്തിയാണ്. വെറൈറ്റി എന്തെങ്കിലും ആക്കാൻ എല്ലാവരും പറഞ്ഞു, പക്ഷെ ഞാൻ കുറേ എണ്ണം ആക്കേണ്ടതുകൊണ്ട് വെറൈറ്റി ഞാൻ പിടിച്ചില്ല. അപ്പോൾ മുട്ട ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. മുട്ട ചമ്മന്തിയുടെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതായത് പിന്നെ മല്ലിയില, കറിവേപ്പില, തേങ്ങ, ഇഞ്ചി, പിന്നെ ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് മുട്ടയുടെ മഞ്ഞക്കരു, മുട്ട പുഴുങ്ങിയിട്ട് മുട്ടയുടെ മഞ്ഞക്കരു ആ ചമ്മന്തിയിലോട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ആ മഞ്ഞ ഉണ്ടായ അതേ സ്ഥലത്ത് വീണ്ടും മറ്റേത് ഫില്ല് ചെയ്തിട്ട് കടലമാവും മൈദയും കൂടിയുള്ള മാവിൽ മുക്കി പൊരിക്കലാണ്. ടേസ്റ്റ് ഉണ്ട്. ആവശ്യത്തിന് ഉപ്പ് അതിൽ നമ്മൾ ചേർക്കണം. നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ മുട്ടച്ചമ്മന്തി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഓരോരുത്തരായിട്ട് ഓരോ ഐറ്റം. പിന്നെ നമ്മൾ കോഴിപ്പിടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ ഇത് വേറൊരു ഐറ്റത്തിന് വേണ്ടിയാണ്. പിന്നെ വേറൊരു ഐറ്റം ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ എടുത്തില്ല.